നമസ്കാരം, റിവ്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഇ വി മാർക്കറ്റിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള റേറ്റുള്ള ബ്രാൻഡാണ് എം ജി എന്ന് പറയുന്നത്. മോറിസ് ഗ്യാരറ്റ്സ് അവരുടെ നിലവിൽ എം ജി സെഡ് സി വി എന്ന് പറയുന്ന ഒരു ടോപ്പ് മോഡലും കുറച്ചും കൂടി ഒരു ലോ ബഡ്ജറ്റിൽ നിൽക്കുന്ന എം ജി കൊമറ്റ് എന്ന് പറയുന്ന മോഡലുമാണ് വിപണിയിലുള്ളത്. രണ്ടിനും അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്ന ഒരു റിപ്പോർട്ടാണുള്ളത്. ഇപ്പൊ എം ജി കൊമറ്റ് എന്ന് പറയുന്ന ഒരു വാഹനം എം ജിയുടെ തന്നെ ഒരു സബ്സിഡറി ബ്രാൻഡായിട്ടുള്ള വോളിംഗ് ഇ വി അല്ലെങ്കിൽ വോളിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ എയർ ഇ വി എന്ന് പറയുന്ന ഒരു മോഡലിനെ റീവാർട്ട് ചെയ്തിട്ടാണ് കൊമറ്റ് ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിന്റെ ഡിസൈനിലോ അല്ലെങ്കിൽ മെക്കാനിക്കലിയോ ഒരു ചേഞ്ചസും കൊണ്ടുവരാതെ അതേപോലെ ആ ഒരു വാഹനത്തെ റീവാർട്ട് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവരികയായിരുന്നു. കുറേയധികം സെയിലിൽ ആ ഒരു വാഹനത്തിൽ നടക്കുന്നുണ്ട്. ഒരു ടൂ ഡോർ വെർഷനാണ്, പക്ഷേ 4 സീറ്ററാണ്. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ വാഹനത്തിന് അത്യാവശ്യം സെയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ നിരത്തുകളിൽ ധാരാളം കാണുന്നു. ഇപ്പൊ വീണ്ടും വോളിങ്ങിന്റെ തന്നെ മറ്റൊരു വാഹനത്തിനെ റീബാറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. വോളിങ്ങിന്റെ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന വാഹനത്തിനെ റീബാറ്റ് ചെയ്ത് വിൻസർ ഇ വി എന്നുള്ള പേരിൽ ഇന്ത്യയിൽ എത്തിക്കാൻ പോവുകയാണ് എം ജി. സെപ്റ്റംബറിൽ അതിന്റെ ലോഞ്ച് ഉണ്ടാവും. അപ്പൊ ഇതൊരു ക്രോസ് ഓവർ ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ വരുന്നൊരു വാഹനമായിട്ടാണ് മനസ്സിലാകുന്നത്. 5 സീറ്റർ വാഹനമാണ്. പക്ഷെ അതിന്റെ ലുക്കിലും ഒക്കെ ഒരു 7 സീറ്ററിന്റെ ഒരു വലിപ്പം ഈ ഒരു വാഹനത്തിന് തോന്നുന്നുണ്ട്. അതിന്റെ ലുക്കിലൊക്കെ ഇപ്പൊ നിലവിൽ ക്ലൗഡ് ഇ വി എന്ന് പറയുന്ന വാഹനം ഇന്തോനേഷ്യയിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് വിപണിയിലുള്ള ഒരു വാഹനമാണ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്, ആ ഒരു ഫീച്ചേഴ്സ് അതേപോലെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഒരു ഡിസൈൻ ഫാക്ടറിലേക്ക് പോകുമ്പോൾ നമ്മൾ എം ജി കൊമറ്റ് ടി വിയിൽ കണ്ട അതേ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ വോളിങ്ങിന്റെ ഒരു ഡിസൈൻ ശൈലി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മുന്നിൽ വളരെ തിന്നായിട്ടുള്ള DRLസും അതിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു LED തിൻ ലൈറ്റ് ബാറും കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ബമ്പർ ഏരിയയിലാണ് ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു എബോ 4 മീറ്റർ വരുന്ന വാഹനമാണ്. 4295 മില്ലിമീറ്റർ നീളം, 2700 മില്ലിമീറ്ററിന്റെ വീൽ ബേസും ഈ വാഹനത്തിലുണ്ട്. മാത്രമല്ല 1850 മില്ലിമീറ്ററാണ് വീതിയും, 1652 ഇതിന്റെ ഉയരവും. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ റീസെന്റ് ആയിട്ട് പല വാഹനങ്ങളിലും കണ്ടതാണ്. ആ ഒരു ശൈലി ഇന്ത്യയിലും കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല 18 ഇഞ്ചിന്റെ ഫിയർസ് ഷേപ്ഡ് അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ ഒരു അലോയ് വീലിന് അല്ലെങ്കിൽ വീലാർക്കിന് മുകളിലായിട്ടാണ് ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇതിൻ്റെ ഒരു ലുക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതാണ് നമ്മൾ സൈഡ് പ്രൊഫൈലിൽ പറയുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഒരു വാനിൻ്റെ ഒക്കെ ചില പ്രീമിയം വാനിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ശൈലി ഈ ഒരു വാഹനത്തിന് കാണുന്നുണ്ട്. പക്ഷേ ഇതൊരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ വരുന്ന എനിക്കൊന്നും നമ്മുടെ ഹോണ്ട ജാസുമായിട്ടൊക്കെ കുറേയധികം ഡിസൈൻ സമയം തോന്നുന്നു ഈ ഒരു വാഹനം. അപ്പോൾ ഇതാണ് നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പറയാൻ പറ്റുന്നത്. റിയലിലേക്ക് വരുമ്പോൾ നമ്മൾ മുന്നിൽ കണ്ട പോലെ തന്നെ ഒരു ടെയിൽ ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബാർ യൂണിറ്റാണ്, കണക്ട് ചെയ്തിട്ടുള്ള ലൈറ്റ് ബാർ യൂണിറ്റാണ്. ഇതാണ് നമുക്ക് റിയലിൽ പറയാൻ പറ്റുന്നത്. വളരെ പ്ലെയിൻ ആയിട്ടും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ. നമ്മൾ എം ജി കൊമറ്റിൽ കണ്ട അതേപോലെ എം ജി കൊമറ്റിൽ ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെയും ആ ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ വിൻസർ ഇ വിക്ക് വേണ്ടിയിട്ട് എം ജി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ എം ജി കൊമറ്റിൽ കണ്ടതുപോലെ തന്നെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ശൈലി ഇവിടെയും കീപ്പ് ചെയ്തിട്ടുണ്ട്. എം ജി കൊമറ്റിൽ കണ്ട അതേ ഒരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഈ ഒരു വിൻസർ ഇ വിയിലേക്ക് വരുന്നത്. കുറച്ചും കൂടി ഒരു മൾട്ടി ഫംഗ്ഷൻസ് ഇതിൽ ഉൾപ്പെടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു കളർ ടോണും കാര്യങ്ങളും എല്ലാം എം ജി കൊമറ്റിൽ കണ്ടതുപോലെ ആയിരിക്കില്ല. കുറച്ചും കൂടി ഒരു ബ്ലാക്കിഷ് പ്ലസ് ഒരു റോസ് ഗോൾഡ് കളർ ടോൺ വരുന്ന കുറേയധികം എലമെന്റ്സ് ആയിരിക്കും ഇന്റീരിയറിൽ വരുന്നത്. ലെതർ ഫിനിഷോട് കൂടിയ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. 15.6 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 8.8 ഇഞ്ചിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. നിലവിലുള്ള വോളിങ്ങിന്റെ ക്ലൗഡ് ഇ വിയിൽ വരുന്ന കുറേയധികം ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഡ്രൈവർ സീറ്റ് 6 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പാസഞ്ചർ സീറ്റ് 4 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. 4 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല മറ്റൊരു സ്പെസിഫിക് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിനൊരു സോഫ ഓപ്ഷൻ ഉള്ളതാണ്. അതായത് റിയറിലിരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് മുന്നിലുള്ള 2 സീറ്റുകളും 135 ഡിഗ്രിയോളം നമുക്കിങ്ങനെ മലർത്തി ഇടാൻ പറ്റും. അത് നമുക്കൊരു സോഫ ഫീലിംഗിൽ റിയറിലിരിക്കുന്നവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു ഓപ്ഷൻ ഇത് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ വോളിംഗ് ക്ലൗഡ് ഇ വിയിലെല്ലാം കണ്ട ഒരു ഓപ്ഷനാണ്. ഇതാണ് നമുക്ക് ഇന്റീരിയറിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഒരു ഫീച്ചർ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. പിന്നെ റിയറിൽ നമുക്ക് ഇന്റീരിയറിൽ പറയാൻ പറ്റുന്ന അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നിലവിൽ വ്യക്തമല്ലെങ്കിലും അതിൻ്റെ റിയർ സീറ്റ് നമുക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ 1700 ലിറ്ററോളം അതിൻ്റെ ട്രങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട് എന്നാണ് കമ്പനി ക്ലെയിം ചെയ്തത്. അപ്പോൾ അതുപോലെ ടോപ്പ് മോഡൽസിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക്കലി പവേർഡ് ആയിട്ടുള്ള ടെയിൽ ഗേറ്റും
നൽകിയിട്ടുണ്ട്. 4 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാതെ ABS, EBD, ESC, അതേപോലെ തന്നെ ഓട്ടോ, ഹിൽ ഹോൾഡ് തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സും ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടാതെ ADAS ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ടോപ്പ് ആൻഡ് മോഡലിലായിരിക്കും ഈ ഒരു ADAS ഫീച്ചേഴ്സ് വരുന്നത്. ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ADAS ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റേഞ്ച് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അറിയേണ്ടത്. അതിൽ 2 ബാറ്ററി ഓപ്ഷൻസ് ആയിരിക്കും ഈ ഒരു വാഹനം മുന്നിലെത്തുക. 360 കിലോമീറ്റർ റേഞ്ച് ഓഫർ ചെയ്യുന്ന 37.9 kWh ബാറ്ററി പാക്ക് വരുന്ന ഒരു ബാറ്ററി ഓപ്ഷനും 460 കിലോമീറ്റർ റേഞ്ച് ഓഫർ ചെയ്യുന്ന 50.6 kWh ഒരു ബാറ്ററി പാക്ക് വരുന്ന മറ്റൊരു ഓപ്ഷനുമായിരിക്കും വിപണിയിൽ ഉണ്ടാവുക. എന്തായാലും ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റ് സിൻക്രണസ് മോട്ടറാണ്. 134 ഹോഴ്സ് പവർ ആണ് ഇതിന്റെ പവർ ഔട്ട്പുട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലുള്ള MG ZS CVയുടെയും MG Cometന്റെയും ഇടയിലായിട്ടായിരിക്കും ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യുക. അതായത് ബിലോ ഒരു 20 lakhsനായിരിക്കും ഈ ഒരു വാഹനം നമുക്ക് ഓൺ റോഡിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇതിന്റെ ബേസ് മോഡൽ എനിക്ക് തോന്നുന്നു നിലവിലുള്ള ഇപ്പം റീസെൻ്റായി ലോഞ്ച് ചെയ്ത ടാറ്റ കറോ EV ആയിട്ടും ഇതിന്റെ ടോപ്പ് മോഡൽസ് ടാറ്റ നെക്സോൺ EV ആയിട്ടായിരിക്കും കോമ്പറ്റീഷൻ വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. MGയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പുതിയ വിൻസർ EV അല്ലെങ്കിൽ ക്ലൗഡ് EV അല്ലെങ്കിൽ വിൻസർ EV പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് Stay tuned with us for more videos.